കിടത്തി ചികിത്സിക്കുന്ന കിടന്നുകൊണ്ട് ചികിത്സിക്കുന്ന പ്രവർത്തനം ഉണ്ടാവുന്നത്. എന്നാലോ കിടത്തി ചികിത്സ എന്തുകൊണ്ട് ആരംഭിക്കുന്നില്ല എന്ന രൂപത്തിലുള്ള ചില പ്രവർത്തന പ്രചരണങ്ങൾ കൂടെ വരികയുണ്ടായിട്ടുണ്ട്. കിടത്തി ചികിത്സ ആരംഭിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെതായ സംവിധാനം ഉണ്ടായെങ്കിൽ മാത്രമേ കഴിയുകയുള്ളൂ എന്ന സംസ്ഥാന സർക്കാരിന്റെ ആരോഗ്യ വകുപ്പിന്റെ പ്രത്യേകമായ ചട്ടവട്ടങ്ങളും നിയമ സംവിധാനങ്ങളും ഉണ്ട്. അവിടെ കൃത്യമായി ഏത് സമയത്തും അതിൻ്റെതായ സംവിധാനമുള്ളത് മാത്രമേ കിടത്തി ചികിത്സിക്കാൻ പാടുള്ളൂ എന്ന രൂപത്തിലുള്ള ആരോഗ്യ നിയമം നിലനിൽക്കുന്നതുകൊണ്ടാണ് അങ്ങനെ നിൽക്കുന്നത്. അതിനാവശ്യമായ സംവിധാനം ഒത്തൊരുക്കി കഴിഞ്ഞാൽ തീർച്ചയായും ഇതുവരെ കൊണ്ടുവന്ന വികസനത്തെ പോലെ തന്നെ തീർച്ചയായും അത് നമുക്ക് പരിഹരിക്കാൻ കഴിയും. തൊട്ടപ്പുറത്ത് PHC സെന്റർ എന്തായിരുന്നു നമുക്ക് അറിയാൻ കഴിയും. മാറഞ്ചേരി PHCയിൽ നമ്മൾ ഇടപെടിക്കത്തക്ക രൂപത്തിലേക്ക് ഒരു പ്രൈവറ്റ് ആശുപത്രികളെക്കാളും നന്നായി വികസിപ്പിക്കുന്ന രൂപത്തിലേക്കുള്ള പ്രവർത്തനം സംഘടിപ്പിച്ചു വരുന്നു. ഓരോ വാർഡുകളിലും മേഖലകളിൽ നിന്ന് നടത്തുന്ന സബ് സെന്ററുകളുടെ പ്രവർത്തനം, ഓരോ അംഗൻവാടികളിൽ നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ, അങ്ങനെ ഓരോന്നോരോന്ന് എണ്ണിയാൽ വൈകുന്നേരം വരെ പറഞ്ഞാൽ തീരാത്തത്രയും വികസന പ്രവർത്തനങ്ങൾ ഈ കഴിഞ്ഞ 25 വർഷക്കാലത്തെ പ്രവർത്തനങ്ങളുമായി എടുത്തു പറയാൻ കഴിയും. ഓരോന്നോരോന്നില്ല, നിരവധി അത്ഭുത സംഭവങ്ങൾ. പലരും പറഞ്ഞ പ്രദേശത്ത് പേര് മാത്രമല്ല പറയുന്നത് ഗാനമുക്കിന്റെ പഠിച്ച് ഇടതുപക്ഷ ജനാധിപത്യ ഭരണം കൊണ്ടാണ്, വികസനത്തിന്റെ ഭാഗമായിട്ടാണ് അങ്ങനെ ഒരു സ്ഥലം അവിടെ ഉണ്ട് എന്ന് കാണുകയും ഇന്ന് ആ തൂക്കുപാലം ടൂറിസം വകുപ്പിന്റെ മേഖലയായി ഉയർന്നു വന്നിരിക്കുന്നു എന്ന് കാണാൻ കഴിയും. അതിനുമുമ്പ് പാലടി തുടങ്ങിയ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ലോക്കം ബ്രിഡ്ജ് PM കെട്ട് എന്ന് മാത്രം അറിയപ്പെട്ടിരുന്ന PM കെട്ടിന്റെ മേലെ കൂടെ ഓരോ ആളുകൾക്ക് മാത്രം നടന്നു പോകാവുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നതിൽ മാറി അവിടെ റോഡ് സംവിധാനം കൊണ്ട് അത്യന്താധുനികമായ ഒരു റെഗുലേറ്റർ കം ബ്രിഡ്ജ് തുടങ്ങിക്കൊണ്ട് 5600ഓളം വരുന്ന ഏക്കർ നെൽകൃഷിക്ക് അഭിവൃദ്ധി പ്രാപിക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനമെടുക്കുകയും അത് നടപ്പിലാക്കുകയും അത് അനുഭവിക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനം കൊണ്ടുവന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ ഈ ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിന്റെയും തുടർച്ചയായുള്ള ഭരണ സംവിധാനത്തിന്റെ ഭാഗമായിട്ടാണ്. ഇത് തുറവളം പാലം വരുന്നതിന്റെ അതിന് DPR തയ്യാറാക്കുന്നത് കാലങ്ങൾ കുറെ മുമ്പ് തുടങ്ങിയതാണ്. ശ്രീരാമകൃഷ്ണൻ മന്ത്രിയായിരിക്കുന്ന സ്പീക്കറായിരിക്കുന്ന അവസരത്തിലാണ് അതിന് ടോക്കൺ വെച്ചത്. അന്നതൊരു പാലം അതിന്റെ സ്കെച്ചും പ്ലാനും എല്ലാ പരിപാടിയും തുടങ്ങി. പക്ഷെ സർവേ നടത്തിയപ്പോൾ അതിന്റെ പ്രവർത്തനം നടത്തുമ്പോൾ 27 അടി താഴത്തേക്കാണ് അതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കല്ലുള്ളത്. അതിന്റെ മേലെ മുഴുവൻ പുതച്ചേറാണ്. അങ്ങനെ വരുമ്പോൾ ആ പദ്ധതി തന്നെ മാറ്റി, ആ സ്കെച്ച് തന്നെ മാറ്റി, അതിന്റെ DPR സംവിധാനം തന്നെ മാറ്റി. അതിന് സാങ്കേതികങ്ങൾ വിവിധങ്ങളായി, ആ സാങ്കേതികങ്ങൾ വിവിധങ്ങളായി മാറി മാറി വന്നതിന്റെ ഭാഗമായിട്ടുള്ളൊരു മാറ്റം വന്ന് ഇപ്പോഴാ നമ്മുടെ MLA നന്ദകുമാറിന്റെ ഇടപെടലിന്റെ ഭാഗമായിട്ട് അത് ഘട്ടം ഘട്ടമായി വിവിധങ്ങളായതിന്റെ പിറകിൽ വിവിധങ്ങളായ സങ്കീർണതകൾ അതിജീവിച്ചുകൊണ്ട് 37 കോടി രൂപ നീക്കിവെച്ചുകൊണ്ട് അതിന്റെ പ്രവർത്തനം, അതിന്റെ നിർമ്മാണ ഉദ്ഘാടന പ്രവർത്തനം ഇപ്പോൾ നടന്നു കഴിഞ്ഞു. അങ്ങനെ ഓരോന്നോരോ സ്കൂളുകൾ, വിദ്യാഭ്യാസ മേഖലയുടെ വളർച്ച, അതൊരു കേരള സർക്കാരിന്റെ മാത്രമല്ല, അതിന്റെ തീർച്ചയായും ഈ ത്രിതല സംവിധാനങ്ങളുടെ ഭാഗമായിട്ടുള്ള അതിനൊക്കെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് നടത്തിയുള്ള പ്രവർത്തനമാണ്. അതൊരു തുടർ ഭരണത്തിൻ്റെതായുള്ള അത് വികസനത്തിന്റെ ഭാഗമായിട്ടാണ് വന്നത്. ആ തുടർഭരണം ഇനിയും തുടരേണ്ടതുണ്ട്. അങ്ങനെ വന്നെങ്കിലേ ജനങ്ങളെ കോൺഗ്രസ്, ലീഗ്, BJP ആർക്കായാലും ശരി ഈ നാട്ടിൽ വികസനം ഉണ്ടാവുകയുള്ളൂ. അപ്പൊ ആരാണ് ആരുടെ കൂടെയാണ് എന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് തയ്യാറാവണം. എന്നാൽ നാളിതുവരെയുള്ള ചരിത്രത്തിൽ UDF തൊട്ടതെല്ലാം കക്കുക, മുക്കുക, നക്കുക എന്ന ഒരൊറ്റ ചർച്ചയല്ലാതെ UDFന്റെ ഭാഗത്തുണ്ടായിട്ടില്ലോ. എവിടെയാണ് ഈ തൊട്ടതെല്ലാം കർക്കുക എന്നതാണ് ഇക്കാലം അത്രയുള്ള മുഴുവൻ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ അവർക്ക് നാടിന്റെ വികസനമല്ല, നാടിന്റെ വികസനം എന്ന പേര് പറഞ്ഞുകൊണ്ട് കോൺട്രാക്ട് നടത്തുകയും ആ കോൺട്രാക്റ്റിൽ നിന്ന് വെട്ടിപ്പ് നടത്തുകയും തങ്ങളുടെ പോക്കറ്റ് വീർപ്പിക്കുകയും ചെയ്യുക എന്നല്ലാതെ എന്താണ് ഇവിടെ ഓരോന്ന് എണ്ണി പറയാവുന്ന ഏതെങ്കിലും ഒരു വികസനം ചൂണ്ടിക്കാണിക്കാൻ ഈ UDFന് കഴിയുമോ? അവരാണ് കൊണ്ട് വാലിട്ടിറക്കുന്നത്. ഞങ്ങൾ ഇപ്പൊ ശരിയാക്കും, അങ്ങനെ ഇപ്പൊ ശരിയാക്കും എന്ന് പറയുന്നത് ചാടിയാൽ എവിടേക്കെത്തും? ചാടിയാൽ ചട്ടി തന്നെ, വേറെ എവിടേക്കില്ല. അവിടെ ഞങ്ങള് ആ പ്രചരണമൊന്നുമില്ല.
അപ്പൊ ആ വാർഡിൽ അങ്ങനെയാണ്, ഈ വാർഡിൽ ഇങ്ങനെയാണ്, അവിടത്തെ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കളിയാക്കുന്നവരുണ്ട്. എന്നാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒന്നിച്ച് നിന്ന് ഒറ്റക്കെട്ടായി നിന്നാൽ ഒലിച്ചു പോകാവുന്നതേ ഉള്ളൂ. ഇവിടുത്തെ BJP ആയാലും ഇവിടുത്തെ UDF ആയാലും എല്ലാ സംവിധാനങ്ങളും ആ ധൈര്യം ഞങ്ങൾക്കുണ്ട്, ആ ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്. അത് കണ്ടുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പ്രവർത്തിക്കുന്നത്. ഓരോ വാർഡിലും ഞങ്ങൾ തീർച്ചയായും ഞങ്ങളുടെ കുശലന്മാരായ സാരഥികളെ ഞങ്ങൾ മത്സരിപ്പിക്കാൻ നിർത്തും. അവർ ജനങ്ങളുടെ മുമ്പിൽ കാര്യങ്ങൾ തുറന്നു പറയും. ഓരോന്ന് ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ എടുത്ത് പറയും. ഈ സർക്കാർ ചെയ്ത കാര്യങ്ങൾ പറയും നിങ്ങൾ ഓരോന്നെടുത്ത് പറയും.